ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാങ്ങിച്ച് നട്ട 2 മിനിയേച്ചർ റോസുകളും അതുപോലെ തന്നെ മിനിയേച്ചർ റോസുകൾ വാങ്ങിച്ച് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മിനിയേച്ചർ റോസുകൾ വാങ്ങിച്ച് നടുമ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് നട്ട 2 മിനിയേച്ചർ റോസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ജമന്തിയുടെ പൂക്കൾ പോലെ നിറച്ച് കൊലകൊത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പൂക്കൾ ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മൾ ജമന്തിയുടെ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് ഡാലിയയുടെ ഒക്കെ പൂക്കളായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള അടുക്കുകളുള്ള ഇതളുകളുള്ള പൂക്കളാണ് ഈ ഒരു റോസുകൾ. ആ മിനിയേച്ചർ റോസിൻ്റെ എല്ലാ കാറ്റഗറിയും ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നതല്ല. ചിലതിന് കുറഞ്ഞ ഇതളുകൾ ഉണ്ടാവും, ചിലതിന് ഇതുപോലെ കൂടുതൽ ഇതളുകൾ, ഇതിനേക്കാളും പുഷിയായിട്ടുള്ള ഇതളുകളൊക്കെ ഉള്ള പല മിനിയേച്ചർ റോസ് വെറൈറ്റികളുണ്ട്. ആ മിനിയേച്ചർ റോസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാറ്റഗറി തന്നെയാണ്. അതിൽ ഒത്തിരി വൈവിധ്യമുള്ള വെറൈറ്റികൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ വാങ്ങിച്ച മറ്റൊരു മിനിയേച്ചർ റോസ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഹൈബ്രിഡ് ടീ റോസിൻ്റെ പോലെയുള്ള പൂക്കൾ ചെറുതായിട്ട് മിനിയേച്ചറായിട്ട് ഉണ്ടാവുന്ന ഒരു വെറൈറ്റി. നന്നായിട്ട് കൊല പിടിച്ച പൂക്കൾ ഉണ്ടാവും, നന്നായിട്ട് പോളിയാന്തയുടെ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു മിനിയേച്ചർ കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 വെറൈറ്റികൾ ഞാൻ സെലക്ട് ചെയ്തത്. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ റോസ് വെറൈറ്റികൾ തന്നെയാണ് മിനിയേച്ചർ റോസുകൾ. എന്നാൽ ഫംഗസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം മിനിയേച്ചറിൽ വരുന്നുണ്ട്. ബെഡ് റോസുകളും മിനിയേച്ചർ റോസുകളും രണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാറ്റഗറി മിനിയേച്ചറുകൾ ബെഡ് തന്നെ ചെയ്യണം, എന്നാൽ ചിലത് ഈ 2 റോസുകളും ബെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് കമ്പ് നട്ട് ഉണ്ടാക്കാൻ പറ്റിയ മിനിയേച്ചർ റോസുകളാണ്. അപ്പോൾ മിനിയേച്ചർ റോസുകൾ നമ്മൾ വാങ്ങിച്ച് നടുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും മിനിയേച്ചർ ആണെങ്കിലും ശരി, മറ്റുള്ള ബെഡ് റോസുകളാണെങ്കിലും ശരി, നാടൻ റോസുകളാണെങ്കിലും ശരി, നമ്മൾ എല്ലാ റോസിനും കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മിനിയേച്ചറിനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫംഗസിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ചില നഴ്സറികളിൽ പോയിട്ട് റോസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാറ് ഞങ്ങൾ റോസ് ഇറക്കാറില്ല, കാരണം എന്താ വെച്ചാൽ അതിന് അസുഖങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ ഒത്തിരി ലോസ് ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ റോസ് ഇറക്കാറില്ല, ബാക്കിയുള്ള ചെടികളൊക്കെ ഇറക്കാറുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. കാരണം റോസിന് കൊടുക്കേണ്ട കെയറുകളെ കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ അത് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ റോസിനെ കുറിച്ചുള്ള എല്ലാ കെയറുകളും നമ്മുടെ ചാനൽ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് ബോറടിപ്പിച്ച് ഈ വീഡിയോ നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച റോസ് ആദ്യം തന്നെ ഇതുപോലെ മണ്ണെല്ലാം കളഞ്ഞ് അതിൻ്റെ വേര് മാത്രമാക്കി എടുത്തു. ഇത് നമ്മൾ ടാപ്പിൻ്റെ ചോട്ടിൽ വെച്ച് എടുത്താണ്. ഇതുപോലത്തെ നമുക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂർ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് ഇതിൻ്റെ മണ്ണൊക്കെ അലിയിച്ച് കളയാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സേഫാണ്. ടാപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നമുക്കിതുപോലെ മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ട് വേര് മാത്രമായിട്ട് എടുക്കാം. നമ്മളെപ്പോഴും മണ്ണ് മാറ്റുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേരുകൾക്ക് ഡാമേജ് പറ്റാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ക്രൗൺ ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കാം. അപ്പോൾ ക്രൗണിൻ്റെ ഭാഗത്ത് മുറിവ് പറ്റിയാൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രൗൺ കാൾ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വരും. നമ്മളെ റോസ് ആ ഒരു ക്രൗണിൻ്റെ ഭാഗത്ത് വെച്ച് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ആ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് നല്ലൊരു പോട്ട് മിക്സിലേക്ക് മാറ്റി നടാം. ഞാൻ സാധാരണ റോസ് നടാൻ ഉപയോഗിക്കുന്ന പോട്ട് മിക്സ് മണ്ണ്, ചാണകപ്പൊടി, കോക്കോപിറ്റ് അല്ലെങ്കിൽ പ്ലസ് കുറച്ച് ഉമി കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കാറ്. അങ്ങനെ ഉണ്ടാക്കിയൊരു പോട്ട് മിക്സ് ആണിത്. നമ്മൾ റോസുകൾ മാറ്റിയിടുന്ന സമയങ്ങളിൽ പറയാറുണ്ട് ബെഡിൻ്റെ ഭാഗത്ത് മുകളിലേക്ക് മണ്ണ് വരരുതെന്ന്. അതുപോലെ തന്നെ കമ്പ് കുത്തിയ റോസ് ആണെങ്കിലും ആ മണ്ണ് വരുന്നത് നമ്മൾ ഈ ഒരു ക്രൗണൊക്കെ വന്നതിൻ്റെ മുകളിലേക്ക് മണ്ണിടാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ക്രൗൺ കാളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോസിന് അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്രൗണിൻ്റെ ഭാഗങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു ഭാഗത്തുനിന്ന് അല്പം ഇറക്കിയിട്ട് വേണം നമ്മൾ ഈ പോട്ട് മിക്സ് ഒക്കെ നിറച്ച് ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ. ആ രീതിയിൽ നമുക്ക് ഇതിലേക്ക് പോട്ട് മിക്സ് എല്ലാം ഇട്ട് സെറ്റാക്കി വെക്കാം. അപ്പം നമ്മൾ ഈ റോസ് എല്ലാം മാറ്റി നട്ട് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പൂക്കൾ കാണുമ്പോൾ നമുക്കത് കട്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റി നട്ട റോസിന് നന്നായിട്ട് വേര് വരാനും അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് ഹെൽത്തി ആയിട്ട് പൊങ്ങി വരാനൊക്കെ സഹായിക്കുക ഇതിൻ്റെ പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന വഴിയാണ്. നമ്മൾ പൂക്കൾ കട്ട് ചെയ്യാതെ അതിന് ഭംഗി കൊണ്ട് നമ്മളതങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ മുരടിച്ച ആ ഒരു സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പുതിയ തളിരോ അല്ലെങ്കിൽ പുതിയ തിഴുപ്പുകളൊന്നും വരാതെ അതങ്ങനെ നിൽക്കും കാലാകാലം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്കൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ശേഷം. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയുന്നൊരു കാര്യം കൂടിയാണെന്ന്. പലരും അതുപോലെ ചെയ്യാറുണ്ട്, എന്നാൽ ചിലർ പൂക്കൾ കട്ട് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പൂക്കൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പുതിയ തളിർപ്പുകളും അതുപോലെ വേരൊക്കെ തിക്കായിട്ട് വളരാനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇനി ഈ ഒരു ചെടി നന്നായിട്ട് ഹെൽത്തി ആയി വരുന്ന സമയത്ത് മാത്രമേ ഇതിൽ പൂക്കൾ അല്ലെങ്കിൽ പൂമുട്ടുകൾ ഉണ്ടാകാൻ വേണ്ടി ഇതിനെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഒരു 6-7 മാസത്തോളം ഈ ചെടിയെ ഞാൻ ഇതുപോലെ പൂക്കളില്ലാതെ പച്ചപ്പ് മാത്രമായിട്ട് നിർത്തും. അതിനുശേഷം മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ചെടി അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂക്കൾ ഉണ്ടാകാനുള്ള പൂക്കളെ പ്രൊമോട്ട് ചെയ്യുന്ന വളങ്ങളൊന്നും ഇതിന് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പഴത്തൊലിട്ട് വെച്ച വെള്ളം അതൊന്നും ഇതിന് കൊടുക്കാനും പാടില്ല. പകരം നൈട്രജൻ കൂടുതലുള്ളതും അതുപോലെ തന്നെ പൊട്ടാഷ് വളരെ കുറഞ്ഞ അളവിലൊക്കെ ഉള്ള വളങ്ങളൊക്കെയാണ് ഇത് ചെയ്തു കൊടുക്കുക. അതിന് വേണ്ടി കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ച്, ജൈവ വളങ്ങളെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇനി കൊടുക്കേണ്ട രാസവളങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത റോസിന് വേണ്ട വളങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പേര് പറയുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ പൂക്കളെല്ലാം വെട്ടിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പൂക്കൾ വെട്ടിയെടുക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ചോട്ടിൽ വെട്ടിയെടുത്ത കഷ്ണങ്ങൾ ചെടിച്ചട്ടിൽ വീഴാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. അതിനുശേഷം ഞാൻ ഈ പ്രൂൺ ചെയ്ത ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് ഫംഗിസൈഡെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്, മണ്ണിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. വേണം മണ്ണിൽ കുറച്ച് ഒഴിച്ചും കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത മുറിപ്പാടിലൂടെ ഫംഗസ് എല്ലാം കീറിയിട്ട് ചെടിയെ നശിപ്പിച്ച് കളയും. ആ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള നല്ല കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൂർച്ചയുള്ള ബ്ലേഡ് നമ്മൾ അണുവിമുക്താക്കിയിട്ടൊക്കെ വേണം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഇതിലൂടെയും നമുക്ക് ക്രൗൺ ഗാളിൻ്റെ ബാക്ടീരിയ കയറിയിട്ട് ചെടിയെ നശിപ്പിച്ച് കളയാനൊക്കെ ടെൻഡൻസി ഉണ്ടാകും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫംഗിസൈഡ് അടിച്ച ശേഷം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിൽ അതും കൂടി അടിച്ചു കൊടുക്കാം. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇലകൾക്കടിയിലൊക്കെ ഏതെങ്കിലും കീടങ്ങളൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന നഴ്സറിയിൽ എന്തെങ്കിലും കീടങ്ങളുണ്ടെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഏതെങ്കിലും രീതിയിലെ കീടങ്ങളൊക്കെ ഈ ചെടിക്ക് സമീപത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഇതിൻ്റെ ഇലയിലേക്കൊക്കെ പറ്റി പിടിച്ചിരിക്കാനും നമ്മുടെ വീട്ടിലേക്ക് വെത്താനും നമ്മുടെ മറ്റുള്ള ചെടികൾ ഇൻഫെക്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് കീടനാശിനി കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാനൊരു റോസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന കെയർ എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നട്ട പല റോസുകളും നന്നായിട്ട് തിക്കായിട്ട് പൂക്കളൊക്കെ തരുന്നതും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് റോസിനൊക്കെ എന്ത് കെയറാണ് കൊടുക്കാറ്, അല്ലെങ്കിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി എന്ത് വളങ്ങളാണ് കൊടുക്കാറെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ A to Z വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയാറുണ്ട്. എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതും പറയാറുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മിനിയേച്ചർ റോസ് വാങ്ങിച്ച് പുതിയ ചട്ടിലേക്ക് മാറ്റി നട്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏത് മിനിയേച്ചർ റോസുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നടാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിറച്ച് പൂക്കൾ ഉണ്ടായിട്ട് ഒരുപാട് വലിയ ചെടിയായിട്ട് നിങ്ങൾക്ക് ആ റോസ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യുക, താഴെ നിങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ വേറൊരു കാര്യമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ ഹാപ്പി ഗാർഡനിങ്.